ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് സോയ ചങ്ക്സും അതുപോലെ തന്നെ എഗ്ഗും വെച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് അതും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിരിക്കുക, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തിളപ്പിക്കണമെന്നില്ല, നല്ല തിളച്ച് ചൂടുള്ള വെള്ളത്തിലേക്ക് പിന്നെ അത് കുറച്ച് നേരം ഇട്ട് വെച്ചാൽ അങ്ങനെ ആവൂട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് വെന്തിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ട് നമുക്കത് ഒന്ന് തണുത്തതിന് ശേഷം കൈ വെച്ച് നല്ല പിഴിഞ്ഞെടുക്കുക. അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ല പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ അതവിടെ. അതിനുശേഷം മിക്സിയിൽ ചെറിയൊരു ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത് സോയല്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കൊള്ളുന്ന എത്രയാണോ അത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. ഒരുപാടിട്ട് അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഓണാക്കിയാൽ മതി. അപ്പം തന്നെ ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മിക്സിയുടെ ജാറിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മളൊരു ചിക്കൻ്റെ കീമയുടെ പോലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരു 3 ചെറിയ വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അതൊന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയും ഒരു കുഞ്ഞി തക്കാളിയും പിന്നെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്താണ് സോയയിൽ. ഇപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കട്ടായതാണ്. അതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് സാദാ മുളക് പൊടിയും, പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂണ് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആണ് ആഡ് ചെയ്യുന്നത്. അന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ആ വെള്ളത്തിൽ ആ മസാല ഒന്ന് ചെറുതായിട്ട് കിടന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ മസാലയുടെ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ച സോയ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക. സോയ നമ്മൾ വേവിച്ചതാണ്. ഇനി ഇത് ഒരുപാട് ഇതിട്ടാണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ സോയ മസാല ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് സെറ്റാക്കണം. ആ മസാലയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പിടിക്കണം സോയയുടെ ചങ്ക്സിന് മേലെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സോയ ഇല്ലേ, അത് നമുക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെക്കാം കേട്ടോ. അതുപോലെ ഒരു സൈഡിലേക്ക് നീക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര സോയ എടുത്തിരിക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം എഗ്ഗ് എടുക്കാൻ. എഗ്ഗ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് അതിൽ കാണണം. അപ്പോൾ ഞാൻ 3 എഗ്ഗാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എഗ്ഗ് ഇട്ട് കൊടുത്തത് നമ്മൾ അപ്പം തന്നെ ഇളക്കാൻ പാടില്ല. ഞാൻ 3 എഗ്ഗ് ഇട്ട് കൊടുത്ത് അത് അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പൊടിപൊടിയായിട്ടാണ് എഗ്ഗ് നമുക്ക് കിട്ടുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഇളക്കി കൊടുക്കുക. നമുക്ക് അതിൽ എഗ്ഗിൽ ചെറിയ പീസായിട്ട് നമുക്കത് കാണണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണ്ട ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എഗ്ഗ് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസിൽ ഒരുപാട് വലുതല്ല, നല്ല പൊടി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ ആ സോയിൽ കാണില്ല. ഇതുപോലെ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ സോയിൽ നമുക്കത് കാണാൻ പറ്റും. ഇതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ആ സോയയും എഗ്ഗും മസാല കൂടി നന്നായിട്ട് സെറ്റാക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അപ്പത്തിന് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കും, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളൊരു ചിക്കൻ കീമൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. നല്ല മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.